ഖുർആൻ ശരീഫ് അദ്കാർ ഇസ്മുല്ലാഹി ഇവ കൊണ്ട് മന്ത്രിച്ചോ ഫലം ബില്ലാഹി. ഇവ ഉൾപ്പെടാത്തതിലുണ്ട ബദ്ധം സോദര, സിഹറും കുഫ്ർ വര നീണ്ടതാണെന്നാ നിര. റബ്ബിൻ്റെ മദതും വന്നു ചേർന്നാൽ പിന്നെ സിഹറേതു വന്നാലും തകർന്നതു തന്നെ. ഒതുങ്ങുന്നു ശല്യം തന്നെ ലിശ്ശൈത്വാനി, വിജയം ബിസ്മില്ലാഹി വൽ ഈമാനി. സുഹൃത്തുക്കളെ, പേർഷ്യയില രാജാവിന് പ്രത്യേകം ഒരു കൊടിയുണ്ട് യുദ്ധത്തിന്. ക്ഷുദ്രം കലർന്നൊരു തിൽസിമാത്തതിലുള്ളതാ, പൊന്നിൻ്റെ തകിടിലുമാക്കി കുടിയിൽ വെച്ചതാ. ഇത് തിൽസിമാത്തിൻ്റെ അഹ്ലുകാർ നിർമ്മിച്ചതാ, എന്നിട്ട് ഭദ്രമിൽ രാജനും സൂക്ഷിച്ചതാ. കുടി ഇത് പിടിച്ചും കൊണ്ട് യുദ്ധം ചെയ്ത വിജയത്തിലായി മടങ്ങണമെന്നാ പിന്നവൻ. സൈന്യങ്ങളും ഓടാതെ തന്നെ നിലക്കണം, ഇവയൊക്കെ ആ കൊടിക്കുള്ള കഴിവെന്നോർക്കണം. ഏറെ പ്രസിദ്ധിയിൽ ഉള്ളതാ പല സമരവും, അതിലൊന്ന് തന്നാ ഖാദിസിയ്യ യുദ്ധവും. സുബ്ഹാന റബ്ബി, എന്ത് വൻ പോരാട്ടമാ! അസ്വഹാബികൾ സഹിച്ചെന്നതെന്തൊരു ത്യാഗമാ! അവർക്കന്നുമുള്ളത് കൈമുതൽ ഈമാനാ, പിന്നത് പറയാനുള്ളതാണ് യഖീനാ. രണാങ്കണത്തിൽ വന്നതാ നിൽക്കുന്ന് വീരൻ പരാക്രമശാലിയും അലറുന്ന്. പ്രസ്തുത ലീവ അവൻ കയ്യിലാണിരിക്കുന്നത്, വിജയം തനിക്കാണെന്ന ഗമയാണുള്ളത്. അടുപ്പിന് ചൂട് പിടിച്ചു സമരമായി, അസ്വഹാബികൾ ഇര കണ്ട സിംഹം പോലെയായി. ശത്രുക്കളെല്ലാം ഓട്ടമായി, കൊടിക്കാരനും വീണെന്ന് കഴിവില്ലാതെ ഇരയായി വാളിനും. സത്യം പുലർന്നപ്പോൾ അസത്യം മാഞ്ഞതാ, ഖുർആൻ ശരീഫ് ഇത് വ്യക്തമായി പറയുന്നതാ. ഫിർഔന്റെ ശുദ്രക്കാര് തോറ്റു സുജൂദിലായി, മൂസാ നബി വടിയിട്ട് ഹക്ക് പുലർന്നതായി. 61-5 നോക്ക് നിദായിറ, വിശദം അതിൽ പറയുന്നതാണ് ബിൽഅംതിറ. സിഹറിൻ്റെ ശല്യമിൽ നിന്ന് റബ്ബേ കാക്കണേ, കുരുക്കൊക്കെയും നീ മാറ്റി വിജയം നൽകണേ. നബിക്കും സഹാബത്താലിനും അത്ബാഇനും ഗുണം ചെയ്യണേ, ഉദിക്കുന്ന കാലം സൂര്യനും.